ഈ യോഗം ഇന്ന് ഉദ്ഘാടനം ചെയ്യാമെന്ന് ഏറ്റിരുന്ന നമ്മുടെ എല്ലാം പ്രിയങ്കരനായ മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി MLA കൂടിയായ ശ്രീ രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന് ശാരീരികമായ അസ്വസ്ഥത മൂലം തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ എത്തിച്ചേരാനുള്ള ഒരു അസുഖം അറിയിക്കുകയും ഇപ്പോൾ ഓൺലൈനായിട്ട് ഈ പരിപാടി അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുന്നു കൂടി അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അധ്യക്ഷ തുടരുമ്പോഴും അദ്ദേഹം കയറുന്ന മുറയ്ക്ക് നമ്മുടെ അധ്യക്ഷ പ്രസംഗം ബ്രേക്ക് ചെയ്യുന്നതാണ് കൂടി നിങ്ങളെ അറിയിക്കട്ടെ. ഈ യോഗത്തിലൂടെ സന്നിധനായിട്ടുള്ള കേരളത്തിലെ എല്ലാ ബിസിനസ് കുലമായിട്ടുള്ള വ്യവസായ ശ്രീ TS കല്യാണരാമൻ അവർകൾ, നമുക്കറിയുന്ന കേരള വ്യാപാരി വ്യവസായ ഗുണസമിതിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഏറ്റവും ബഹുമാന്യനായ ശ്രീ രാജു അപ്സര ഈ പരിപാടിയിൽ പങ്കെടുക്കേണ്ടതാണ്. അദ്ദേഹം രാവിലെ തന്നെ എന്നെ വിളിച്ചിരുന്നു. നമുക്കറിയാം വ്യാപാരി വ്യവസായ ഗുണസമിതി പാർലമെൻറ്റ് മാർച്ചിനോടനുബന്ധിച്ച് അദ്ദേഹത്തിന് അങ്ങോട്ട് പോകേണ്ടതും കുറച്ച് തിരക്കുള്ളത് കൊണ്ടുമാണ് അദ്ദേഹം ഇവിടെ എത്തിച്ചേരാഞ്ഞത്. അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ സീനിയർ വൈസ് പ്രസിഡൻറ്റും വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ സീനിയർ നേതാവുമായ തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റും സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ ശ്രീ അബ്ദുൽ ഹമീദ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെയും ഒപ്പം തന്നെ വിവിധ സംഘടനകളുടെ നേതാക്കന്മാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരെയും KHRAയുടെ നേതാക്കന്മാരടക്കം പ്രിയമുള്ള മറ്റ് സെക്രട്ടേറിയറ്റ് അംഗങ്ങളെ, പ്രിയമുള്ള അംഗങ്ങളെ, സമയക്കുറവ് മൂലമാണ് ഓരോരുത്തരെയും പേരെടുത്ത് പറയാത്തത്. എന്താണ് ഇങ്ങനൊരു ബിസിനസ് മീറ്റ് സംഘടിപ്പിച്ചിട്ടുള്ളത് എന്ന് ചില അപ്പുറത്തിരിക്കുന്നവർക്ക് ആർക്കും സംശയം ഉണ്ടാവില്ല. ചില വ്യാപാര നേതാക്കന്മാർക്കെങ്കിലും ചിലപ്പോൾ സംശയം തോന്നാം. നമുക്കറിയാം, ഭക്ഷണ വിതരണ മേഖല മാത്രമല്ല, കേരളത്തിലെ അല്ലെങ്കിൽ ഭാരതത്തിലെ മുഴുവൻ ചെറുകിട വ്യാപാര മേഖലയും വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഒത്തിരിയേറെ വ്യാപാര സംഘടന ഉണ്ടാവുകയും സ്വാർത്ഥ താല്പര്യത്തിലൂടെ പല വ്യാപാര സംഘടനകളും പിളർന്ന് 1, 2, 3 ആവുകയും വ്യാപാരികളുടെ, അതിലെ അംഗങ്ങളുടെ താല്പര്യങ്ങളെക്കാൾ ഉപരി നേതാക്കന്മാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു പ്രവണത നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരികയും, ഞാൻ പറയുന്നത് പ്രത്യേകിച്ച് ഒരു വ്യാപാര സംഘടന ഉദ്ദേശിച്ചില്ല, KHRA അടക്കമുള്ള വ്യാപാര സംഘടനകളെ ഉദ്ദേശിച്ച് തന്നെയാണ്. അപ്പം ആ രീതിയിലേക്ക് കാലഘട്ടം മാറുമ്പോൾ അതിനൊരു മാറ്റം ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളുടെ എല്ലാ ഈഗോയും മറ്റുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് വ്യാപാര മേഖല നിലനിൽക്കണം. അവരേത് സംഘടനകളായിക്കൊള്ളട്ടെ, അത് KHRA ആയിക്കൊള്ളട്ടെ, മറ്റേത് വ്യാപാര സംഘടനയായിക്കൊള്ളട്ടെ, കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി പോലുള്ള സീനിയർ സംഘടനകളായിക്കൊള്ളട്ടെ, ഏതൊരു സംഘടനയാണെങ്കിലും മറ്റ് താല്പര്യങ്ങൾ മാറ്റി വെച്ചുകൊണ്ട് എൻ്റെ സംഘടനയാണ് വലുത്, ഞാനാണ് വലുതെന്നുള്ള ചിന്ത മാറ്റി വെച്ചുകൊണ്ട് ചെറുതും വലുതുമായ മുഴുവൻ സംഘടനകളെയും കോർത്തിണക്കിക്കൊണ്ട് വ്യാപാര മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ ഗവൺമെൻറ്റുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് അതിനൊരു പരിഹാരം കാണുവാനുള്ള ഒരു ശ്രമമാണ് ഈ ബിസിനസ് മീറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ഫുഡ് എന്നൊരു സംഘടനയ്ക്ക് രൂപം കൊടുത്തു. നിർഭാഗ്യവശാൽ ആ സംഘടന, ഭക്ഷണ വിതരണ മേഖലയിലെ സംഘടന മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല. കാറ്ററിംഗ് അസോസിയേഷനും ബേക്കറി അസോസിയേഷനും ഹോട്ടൽ അസോസിയേഷനും കൂടിയായിരുന്നു അതിന് രൂപം കൊടുത്തിരുന്നത്. നമുക്കറിയാം, കാലഘട്ടം മാറി. 3 അസോസിയേഷൻ പോരാ. കേരളത്തിലെ ഭക്ഷണ വിതരണ മേഖലയിലെ ഉൽപ്പാദനം തൊട്ട് വിതരണം നടത്തുന്ന മുഴുവൻ വ്യാപാര മേഖലയിലുള്ള മുഴുവൻ സംഘടനകളെയും കോർത്തിണക്കിക്കൊണ്ട് ഫുഡ് എന്ന് പറയുന്ന ഒരു സംഘടന വീണ്ടും പുനർജീവിപ്പിക്കുവാനുള്ളൊരു ശ്രമമാണ് അതിൻ്റെ ഭാഗത്ത് നടക്കുന്നത്. അതിൽ KHRA മാത്രമല്ല, കൂടുതൽ KHRA അല്ല അതിന് മുന്നോട്ട് വന്നിരിക്കുന്നത്, ഒത്തിരിയേറെ സംഘടനകളുണ്ട്. നമ്മുടെ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. അപ്പം അങ്ങനെയൊരു കൂട്ടായ്മ അതിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന സമയത്ത് കേരളത്തിലെ വ്യവസായ മേഖലയിൽ നമുക്ക് ഒത്തിരിയേറെ ഉപദേശങ്ങളൊക്കെ തരാൻ ഏതുകൊണ്ടും അനുയോജ്യനായ, നമ്മളെല്ലാം ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ശ്രീ TS കല്യാണരാമൻ സാറിനെ പോലുള്ള ബഹുമാന്യ വ്യക്തികൾ ഈ സ്റ്റേജ് അലങ്കരിക്കുമ്പോൾ അതും നമുക്കൊരു വലിയ ബഹുമാനം തന്നെയാണ്. എനിക്ക് തോന്നുന്നു പട്ടാഭിരാമൻ സാർ പല സമയത്തും നമ്മളുണ്ടെങ്കിലും ശ്രീ TS കല്യാണരാമൻ സാറിനെ പോലുള്ള വ്യക്തികൾ ആദ്യമായിട്ടാണ് അദ്ദേഹം നമ്മുടെ വേദിയിൽ പങ്കെടുത്തത്. എനിക്ക് തോന്നുന്നു അതിൻ്റെ സന്തോഷവും നിങ്ങൾക്ക് വേണ്ടി ഞാൻ പങ്കുവയ്ക്കുകയാണ്. ഇന്നിവിടെ ശ്രീ ES ബിജു എത്തിച്ചേരുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അദ്ദേഹം എത്തിച്ചേർന്നിട്ടില്ല. അദ്ദേഹത്തിന് വേണമെങ്കിൽ അദ്ദേഹത്തിന് ഇപ്പോൾ രാജു അപ്സര സാർ ചെയ്ത മാതിരി ഒരു പകരം ഒരാളെ അയക്കാമായിരുന്നു. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. എല്ലാവരെയും ഒരുമിച്ച് ഒരേ ചെങ്ങലയിൽ കോർത്ത് കൊണ്ടുപോകാം എന്നുള്ള ആശയം നടപ്പിലാക്കുമ്പോൾ ആ ചെങ്ങലയിൽ നിന്ന് ചില കണ്ണികൾ അകന്നു മാറുമ്പോൾ അത് നമുക്കറിയാതെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ഇന്നത്തെ കാലഘട്ടത്തിൽ വ്യവസായം നടത്തിക്കൊണ്ടുപോകണമെങ്കിൽ, വ്യാപാരം നടത്തിക്കൊണ്ടുപോകണമെങ്കിൽ തീർച്ചയായിട്ടും ശക്തമായ നേതൃത്വമുള്ള
ഒരു കോർഡിനേഷൻ വ്യാപാരി മേഖലയിൽ, വ്യാപാരി വ്യവസായി സംഘടനയുടെ മേഖലയിൽ ഉണ്ടാകണമെന്നാണ് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ ആഗ്രഹിക്കുന്നത്. 1964 രൂപീകൃതമായ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ കേരളത്തിലെ ആദ്യകാല വ്യാപാര സംഘടനകളിൽ ഒന്ന് തന്നെയാണ്. അപ്പം അത്രയും പഴക്കമുള്ള ഒരു സംഘടന, അത്രയും വിശാലമായ കാഴ്ചപ്പാടുള്ളൊരു സംഘടന, ഇന്ന് വരെ സംഘടനയ്ക്ക് ഒരു നേതൃത്വത്തിന് വേണ്ടിയിട്ടൊന്നും അധികം മത്സരങ്ങൾ നടക്കാതെ ഒരേ മനസ്സോടുകൂടി സൗഹൃദത്തിലൂടെ സംഘടനയെ വളർത്തുക എന്ന ആശയം മുന്നോട്ട് വെച്ചുകൊണ്ട് ജാതിമത രാഷ്ട്രീയ ചിന്തയില്ലാതെ ഏത് രാഷ്ട്രീയ പാർട്ടി ഇവിടെ അധികാരത്തിൽ വന്നാലും അവരോടൊത്ത് നല്ല കാര്യങ്ങൾ നടത്താൻ ശ്രമിക്കുകയും, വയനാട് പോലുള്ള കാര്യങ്ങൾ നമുക്ക് ഓർമ്മയിലുണ്ട്. നമ്മൾ ഭരിക്കുന്ന പാർട്ടി ഏതാണെന്ന് നോക്കിയില്ല. വയനാട് ജനകീയ അടുക്കള തുടങ്ങി 35 ദിവസവും നമ്മൾ സർക്കാരിനോടൊപ്പം നിന്നു. സർക്കാരിൻ്റെ പാർട്ടിയല്ല നോക്കിയത്. ഏത് പാർട്ടി നമ്മുടെ കേരളം ഭരിച്ചാലും, ഏത് പാർട്ടി നമ്മുടെ രാജ്യം ഭരിച്ചാലും സേവന മനസ്ഥിതിയോടുകൂടി സമൂഹത്തിന് എന്ത് ആവശ്യം വന്നാലും അതിലെല്ലാം ഏറ്റവും മുൻപന്തിയിൽ തന്നെ നിൽക്കുന്ന സംഘടനയാണ് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ. എനിക്ക് ബഹുമാന്യരായ വ്യാപാര പ്രമുഖരോട്, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും നേതാക്കന്മാരാണ്, എന്നേക്കാൾ സീനിയറായിട്ടുള്ള നേതാക്കന്മാരാണ് കൂടുതൽ പേര് ഇവിടെ ഇരിക്കുന്നത്. അവരോട് ഞാൻ പറയുന്നത്, പഴയതിലേക്ക് നോക്കല്ലേ, പുറകിലോട്ട് തിരിഞ്ഞു നോക്കലല്ല നമുക്ക് ആവശ്യം. നമുക്ക് മുൻപോട്ട് നോക്കാം. എന്തെങ്കിലത്തിലുള്ള തെറ്റുകൾ നമ്മുടെ കൂട്ടത്തിലുള്ള ആർക്കെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ തെറ്റുകൾ തിരുത്തി എല്ലാവരെയും ഒന്നിപ്പിച്ചുകൊണ്ട്, എല്ലാ സംഘടനകളോടും ഒന്നിച്ചുകൊണ്ട്, ഏതെങ്കിലും വ്യാപാര സംഘടനയിൽ നിന്ന് ഒരു ഭാഗം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെയും കൂടി അതിലേക്ക് ചേർത്തുകൊണ്ട്, അതിനാണ് ഈ കോർഡിനേഷൻ കമ്മിറ്റി ഉദ്ദേശിക്കുന്നത്. വ്യാപാര സംഘടനകൾ പിളരാനല്ല, ഒന്നിക്കലാണ് ഈ ഇതുപോലുള്ള കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആവശ്യം. ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും വ്യാപാര സംഘടനയിൽ നിന്ന് എന്തെങ്കിലും താല്പര്യങ്ങൾ കൊണ്ട്, എന്ത് താല്പര്യമാണ് നമുക്ക്, ഏത് താല്പര്യം കിട്ടും, ചിലപ്പോൾ നല്ല താല്പര്യമാവാം, ചിലപ്പോൾ ചീത്ത താല്പര്യങ്ങളാവാം, അങ്ങനെ ഭിന്നിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരെ എല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരേ മേഖലയിൽ ഒരു സംഘടന എന്നുള്ളൊരു കൺസെപ്റ്റും കൂടി വളർത്തിക്കൊണ്ട് നമുക്ക് ഒരുമിച്ച് നല്ല രീതിയിൽ വലിയൊരു വ്യാപാര മേഖലയിൽ വലിയൊരു കൂട്ടായ്മ നമുക്കുണ്ടാക്കാൻ സാധിക്കും. അതിന് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു വ്യാപാരി വ്യവസായ ഏകോപന സമിതിക്ക് തന്നെയായിരിക്കും അതിലേറ്റവും കൂടുതൽ മുന്നിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നത്. ബഹുമാന്യനായ ശ്രീ രാജു അപ്സര, അദ്ദേഹത്തിനോട് നമ്മളോട് ഏറ്റവും കൂടുതൽ സഹവർത്തിത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ശ്രീ രാജു അപ്സര. അദ്ദേഹത്തിനോട് പല പ്രാവശ്യം നമ്മളിതൊക്കെ സംസാരിക്കുകയും അദ്ദേഹം അതിന് തന്നെ മുൻകൈ എടുത്തുകൊണ്ടൊരു കോർഡിനേഷൻ നമ്മുടെ സമൂഹത്തിൽ വളർത്തുന്നതിന് അല്ലെങ്കിൽ സമൂഹത്തിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെയും നമ്മൾ പറയാം, ബഹുമാന്യനായ ശ്രീ സീനിയർ വൈസ് പ്രസിഡന്റ് ഇരിക്കുമ്പോൾ പറയാം, അവിടെയും ചില ബുദ്ധിമുട്ടുകളുണ്ട്. ഒരു സംഘടനയുടെ തന്നെ പല ജില്ലകളിലും, ഇപ്പോൾ ഇടുക്കി ജില്ലയിലൊക്കെ ഇന്നാൾ വലിയ പ്രശ്നങ്ങളുണ്ടായി. ഇടുക്കി ജില്ലയിൽ വിമർശിക്കാൻ പറയുന്നില്ല കേട്ടോ, അദ്ദേഹത്തിൻ്റെ അറിവിലേക്കായിട്ടാണ്. ഇടുക്കി ജില്ലയിൽ വ്യാപാരി വ്യവസായ സമിതിയിൽ അവിടുത്തെ ഒരു ഉന്നതനായ നേതാവ് പറഞ്ഞു, KHRയുടെ പരിപാടിയിൽ ആരും പങ്കെടുക്കേണ്ടതാണ്. അതൊക്കെ നമുക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കി. കാരണം എല്ലാവരും പങ്കെടുക്കുമ്പോഴാണ് എല്ലാത്തിനും അതിൻ്റേതായ മഹിമ ഉണ്ടാകുന്നത്. ഇന്ന് ഇത്രയേറെ വ്യാപാര നേതാക്കന്മാർ ഈ ബിസിനസ് മീറ്റിൽ പങ്കെടുക്കുമ്പോഴാണ് നമുക്ക് അത്രയേറെ സന്തോഷമുണ്ടായത്. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്, DCSCയുടെ ഏറ്റവും ബഹുമാന്യനായ DCCയുടെ പ്രസിഡന്റ്, തൃശ്ശൂർ DCC പ്രസിഡന്റാണ്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നമുക്ക് സന്തോഷപ്രദമാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഞാൻ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. അപ്പം ഞാൻ ദീർഘമായിട്ടൊരു പ്രസംഗത്തിലേക്ക് ഇനി പോകുന്നില്ല, കാരണം ഒത്തിരിയേറെ നേതാക്കന്മാരുണ്ട്. ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട നേതാക്കന്മാരോട് എനിക്ക് പറയുവാനുള്ളത്, സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പേരിൽ കേരളത്തിലെ വ്യാപാര സമൂഹം നിലനിൽക്കണമെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടാണ്. എനിക്കറിയാം, കേരളത്തിലെ ഭക്ഷണ വിതരണ മേഖല ഇന്ന് ഒരു ദിവസത്തെ വേതനത്തിന് പോലും ബുദ്ധിമുട്ടുന്നൊരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഒരു ദിവസത്തെ വേതനം, ഒരു തൊഴിലാളികൾക്ക് കൊടുക്കുന്ന വേതനം പോലും അതിൻ്റെ ഉടമകൾക്ക് കിട്ടാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ 70% വരുന്ന ചെറുകിട ഇടത്തര ഹോട്ടലുകളാണ്, സമ്പന്ന ഹോട്ടലുകളല്ല. അപ്പം അങ്ങനെയുള്ളവരുടെ താല്പര്യം നമുക്ക് സംരക്ഷിക്കണം. അവരുടെ മാത്രം പോരാ, ഓൺലൈൻ ബിസിനസ്സും അനധികൃത കച്ചവടവും കേരളത്തിലെ എന്ന് മാത്രമല്ല ഭാരതത്തിലെ വ്യാപാര മേഖലയിലെ, ചെറുകിട വ്യാപാര മേഖലയിലെ മുഴുവൻ ബിസിനസ്സുകളെയും കാർന്നു തിന്നുമ്പോൾ അതിനെതിരെ ശക്തമായി പ്രതികരിക്കണമെങ്കിൽ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ ഒറ്റയ്ക്ക് പോരാ, കേരളത്തിലെ മുഴുവൻ വ്യാപാര സംഘടനകളും ഒറ്റക്കെട്ടായി അണിനിരക്കാനുള്ള മനസ്സ് ഈ നേതാക്കന്മാർക്കൊക്കെ ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാം അനുവാദത്തോടു കൂടി എൻ്റെ ഈ ചെറിയ അധ്യക്ഷ പ്രസംഗം ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.